എല്ലാവർക്കും നമസ്തേ. മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതിയായി രൂപീകരിക്കപ്പെട്ട കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയായി വികാസം പ്രാപിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഹൈന്ദവ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയുടെ സ്ഥാപക നേതാവായിട്ടുള്ള കേരള ഗാന്ധി എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന കേളപ്പജിയുടെ 50ാം ചരമവാർഷികമായ ഈ സമയത്ത് ഈ മാസം 7-ാം തീയതി അദ്ദേഹത്തിന്റെ സ്മൃതി ദിനമായിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം മുഴുവൻ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും സമുചിതമായ രീതിയിൽ ആഘോഷിക്കുവാൻ വേണ്ടി സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ മുന്നോടിയായിക്കൊണ്ട് സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രശക്തി യൂട്യൂബ് ചാനലിലൂടെ ഈ മാസം 3-ാം തീയതി മുതൽ 7-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന കേളപ്പജി സ്മൃതി സന്ധ്യ എന്ന പേരിൽ ഒരു അനുസ്മരണ പ്രഭാഷണ പരിപാടി ഇന്ന് ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിലുള്ള സംഭാവനകളെ അനാവരണം ചെയ്തുകൊണ്ട് കേരളത്തിലെ പ്രമുഖ വ്യക്തികൾ ഈ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മോട് സംവദിക്കുന്നതായിരിക്കും. ഇന്ന് അതിന് ആരംഭം കുറിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് ശ്രീമാൻ ഡോക്ടർ വിജയരാഘവൻ എന്ന മഹത് വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാൾ കൂടിയാണ്. ഓൾ ഇന്ത്യ റേഡിയോയിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടർ എന്ന നിലയിലും മറ്റ് വിവിധ പദവികളിലുമായിട്ട് കേരളത്തിലും കേരളത്തിന്റെ പുറത്തുമായി നിരവധി റേഡിയോ നിലയങ്ങളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കലാസാഹിത്യ രംഗങ്ങളിൽ അദ്ദേഹം വളരെയേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. നിരവധി പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയായിട്ടുള്ള അദ്ദേഹം നല്ല ഒരു എഴുത്തുകാരനും വാഗ്മിയും കൂടിയാണ്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ മുഖപത്രമായിട്ടുള്ള ക്ഷേത്രശക്തി മാസികയുടെ എഡിറ്റർ എന്ന നിലയിലും അദ്ദേഹം ദീർഘനാൾ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ന് കേളപ്പജിയുടെ ചിന്താധാരകളെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം നമ്മോട് സംവദിക്കുകയാണ്. അതിനുവേണ്ടിയിട്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്തേ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സായം സന്ധ്യയിൽ നാം സമിതിയുടെ ആചാര്യനായ കേളപ്പജിയെ അനുസ്മരിക്കുകയാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അനുസ്മരണത്തിന്റെ ആദ്യ ദിവസം കേരള ഗാന്ധി എന്നൊരു വിശേഷണം നൽകി കേളപ്പനെ ആദരിക്കുകയാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെക്കാലമായി കേരളീയർ. പക്ഷെ ഈ ഒരു വിശേഷണം കേളപ്പനെ വേണ്ടവിധം ആദരിക്കാൻ പര്യാപ്തമാണോ എന്നൊരു ചെറിയ സംശയം എൻ്റെ മനസ്സിലുണ്ട്. ആ സംശയം എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളുടെ, അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ മുഴുവൻ രൂപവും ഈ വിശേഷണം നമുക്ക് നൽകുന്നില്ല.
ഒരുപക്ഷെ കേളപ്പന്റെ പ്രാധാന്യത്തെ ഒന്ന് ഇടിച്ചു താഴ്ത്തി കാണിക്കുകയല്ലേ ഈ വിശേഷണം എന്ന് ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട്. കാരണം കേളപ്പൻ വളർന്ന ജീവിത സാഹചര്യം, അദ്ദേഹം പ്രായപൂർത്തി ആയതോടുകൂടി ഏറ്റെടുത്ത ദൗത്യങ്ങൾ, അതിൽ അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ ഉണ്ടായ പ്രതിബന്ധങ്ങൾ, അദ്ദേഹം അതിനെ തരണം ചെയ്ത് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, തൻ്റെ ദർശനത്തിനനുസരിച്ച് ജീവിതത്തെ കരുപ്പിടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മെ ഭീകരമായ വിധത്തിൽ ഹോണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ചില വസ്തുതകളാണ് നമ്മുടെ മുമ്പിലേക്ക് വരിക. കേളപ്പൻ്റെ പൊതുജീവിതം ആരംഭിക്കുന്നത് അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ SB സ്കൂളിൽ അധ്യാപകനായി വരുന്നതോടുകൂടിയാണ്. അതിനു മുമ്പ് അദ്ദേഹം നാട്ടിലായിരുന്നു. അദ്ദേഹത്തിന് തൻ്റേതായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹം അധ്യാപകനായി ജനിച്ച മുതുകുന്തിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചങ്ങനാശ്ശേരി കേരളത്തിലെ ഒരു പ്രത്യേക രീതിയിലുള്ള സ്ഥലമാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒന്നുചേർന്ന് കഴിയുന്ന ഒരു ഭൂപ്രദേശം, വിദ്യാഭ്യാസപരമായി വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രദേശം. അവിടേക്കാണ് കേളപ്പൻ അധ്യാപകനായി വരുന്നത്. അദ്ദേഹം അധ്യാപകനായി വന്നു. പ്രഗത്ഭനായ അധ്യാപകനായിരുന്നു അദ്ദേഹം. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഉണ്ടായ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളിലേക്കുമൊക്കെ നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നു. ഒരു ദിവസം അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. ആ ക്ലാസ് ആസ്വദിച്ച് വിദ്യാർത്ഥികൾ അത് കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ 4 മണിയാകുന്നു. സ്കൂൾ ബെല്ലടിക്കുന്നു. കേളപ്പൻ പാഠഭാഗം ബെല്ലടിച്ചപ്പോൾ നിർത്തിയിട്ട് കുട്ടികളെ വിടുകയല്ല ചെയ്തത്. അദ്ദേഹം കുറച്ചുകൂടെ ഇരുന്ന് പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ നടത്തിപ്പുകാർക്ക്, അല്ലെങ്കിൽ ആ സ്കൂളിലുണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥർക്ക്, അവർക്കൊക്കെ അതൊരു അരോചകമായി തോന്നുകയും അവർ താഴത്തെ നിലയിൽ മുകളിലേക്ക് കടക്കാനുള്ള സ്ഥലത്ത് പൂട്ടി കേളപ്പനെയും കുട്ടികളെയും അധിക്ഷേപിക്കുക. കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കേളപ്പൻ പറഞ്ഞു, അത് പൊളിക്കൂ എന്ന് പറഞ്ഞ് അത് പൊളിച്ചിട്ട് കുട്ടികൾ പോവുകയാണ്. ഈ സംഭവത്തിൽ ശേഷം ഉണ്ടാകുന്ന ചില സന്നദ്ധം എന്ന് പറഞ്ഞാൽ പറ്റില്ല, ചില സംഘർഷങ്ങൾ അദ്ദേഹത്തെ സ്കൂളിലെ ജോലി ഉപേക്ഷിക്കാൻ നിർബന്ധിതനാക്കി. പക്ഷേ അദ്ദേഹം ജോലിയിൽ നിന്ന് പുറത്തു വന്നപ്പോഴാണ് അറിയുന്നത് കുട്ടികളുടെ പാഠഭാഗം പഠിപ്പിക്കാൻ ആളില്ല, അവർക്ക് പബ്ലിക് പരീക്ഷ വരികയാണ്, അവർക്കത് ബുദ്ധിമുട്ടാകും. അപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു? കുട്ടികൾക്ക് സ്വന്തം നിലയിൽ ക്ലാസ് എടുത്ത് കൊടുത്ത് അദ്ദേഹം കുട്ടികളെ കൊണ്ട് പരീക്ഷയ്ക്ക് സന്നദ്ധരായി എല്ലാ കുട്ടികളെയും നല്ല മാർക്ക് വാങ്ങി ജയിക്കാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. ഇവിടെയാണ് കേളപ്പൻ്റെ വിദ്യാഭ്യാസ ദർശനത്തിൻ്റെ അടിസ്ഥാന ഭാവത്തിലേക്ക് നാം പോകുന്നത്. കുട്ടികൾ പഠിക്കണം, അവരുടെ പഠിപ്പ് നാടിനുപകരിക്കണം. ഒരു അധ്യാപകൻ എന്ന നിലയിൽ തൻ്റെ കർത്തവ്യം തൻ്റെ കുട്ടികളെ നേർവഴിക്ക് നയിക്കുക എന്നതാണ്. ആ നേർവഴിക്ക് നയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ സന്നദ്ധത ആണ് പിന്നീട് നാം കാണുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളിലും അന്തർലീനമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, കേളപ്പൻ്റെ ദർശനത്തിൻ്റെ സാകല്യം മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും നമ്മൾ ഒന്നിച്ച് കൊണ്ടുപോയി കാണേണ്ടതുണ്ട്. അക്കാലത്താണ് മന്നത്ത് പത്മനാഭൻ്റെയും മറ്റ് ചില സാമൂഹിക പ്രവർത്തകരുടെയും ഉത്സാഹത്തിൽ
നായർ സർവീസ് സൊസൈറ്റി രൂപം കൊള്ളുന്നു. അപ്പോൾ അതിൻ്റെ രൂപീകരണത്തിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. എന്നുമാത്രവുമല്ല, NSSൻ്റെ ബൈലോ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബൈലോയിൽ മറ്റു സമുദായങ്ങളെ കൂടി ഉൾക്കൊള്ളാനും വിദ്യാഭ്യാസത്തിലൂടെ സമുദായത്തെ ഉദ്ധരിക്കാനും ഒരു പുതിയ ദർശനം നൽകാനും അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ കറുകച്ചാലിൽ NSSൻ്റെ ആദ്യത്തെ സ്കൂൾ സ്ഥാപിക്കുമ്പോൾ അവിടെ ഹെഡ് മാസ്റ്ററും അതിൻ്റെ സംഘാടകനും NSSൻ്റെ പ്രവർത്തകനും എല്ലാമായി ഉണ്ടായിരുന്ന കേളപ്പജി സ്കൂള് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പൂർത്തിയാകുന്നതിന് മുമ്പ് സ്കൂൾ തുടങ്ങണമെന്നുള്ളത് കൊണ്ടും സ്കൂളിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോകണമെന്നുള്ളത് കൊണ്ട് സ്കൂള് പണിയെല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് ഇൻസ്പെക്ടർക്ക് വന്ന് പരിശോധിച്ച് അത് അംഗീകാരം നൽകിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കൂള് പ്രവർത്തനം ആരംഭിക്കും എന്നത്. വാസ്തവത്തിൽ അത് പണി പൂർത്തിയാകുന്നതിന് മുമ്പ് കേളപ്പൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി ഉള്ള ഒരു അശ്വത്ഥാമ ഹതകുഞ്ചര എന്ന് പറയുന്ന മട്ടിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇത് ലെറ്റർ കൊടുത്തതിന് ശേഷം ഇൻസ്പെക്ടർ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു കുറ്റക്കാരനായി നിൽക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് അദ്ദേഹം അവിടെ വിട്ടുപോരുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം ലോ പഠിച്ചു, അദ്ദേഹം വക്കീലായി, ഒക്കെയായി. പക്ഷെ ഇവിടെ നമ്മൾ കേളപ്പൻ്റെ ഒരു പിൽക്കാല വിദ്യാഭ്യാസ ദർശനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം 1960 തവന്നൂരിൽ, പൊന്നാനി താലൂക്കിൽ, ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ തവന്നൂരിൽ അദ്ദേഹം സർവോദയപുരത്ത് പോസ്റ്റ് ബേസിക് സ്കൂൾ സ്ഥാപിക്കുന്നു. ആ സ്കൂള് കേളപ്പൻ്റെ വിദ്യാഭ്യാസ ദർശനത്തിന് അനുസൃതമായിട്ടാണ് ആ സ്കൂളിൽ ഉണ്ടായിരുന്നത് കേളപ്പനെ പോലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത IK കുമാരൻ മാസ്റ്റർ ആയിരുന്നു അതിൻ്റെ മാനേജർ, നാണിയായിരുന്നു അതിൻ്റെ HM. അവിടുത്തെ ഒരു വലിയ പ്രത്യേകത, കുട്ടികൾ എന്തെങ്കിലും 2 വിഷയങ്ങൾ പഠിക്കണം ഈ സ്കൂൾ സിലബസിന് പുറമെ. അതിലൊന്നായിരുന്നു നൂലുനൂപ്പ്, ഖാദി, മറ്റൊന്നായിരുന്നു കൃഷി. ഏക്കർ കണക്കിന് ഭൂമി ആ സ്കൂളിനുണ്ടായിരുന്നു. ഭാരതപ്പുഴയുടെ അറബിക്കടലിലേക്ക് ഭാരതപ്പുഴ പോകുമ്പോൾ അതിൻ്റെ വലത്തുഭാഗത്ത് ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ഈ തവന്നൂർ എന്ന് പറയുന്ന പ്രദേശം. അവിടെ കേളപ്പൻ സ്ഥിര താമസമാകുകയും അദ്ദേഹം ആ സ്കൂള് നടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ തന്നെ ഹരിജന കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ഹോസ്റ്റൽ നടത്തിയിരുന്നു, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ കുട്ടികൾ സ്വയം പര്യാപ്തരാകണം വിദ്യാർത്ഥികൾ ആയിരിക്കുമ്പോൾ തന്നെ. മാത്രമല്ല, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമൂഹത്തിൻ്റെ വളർച്ചയിൽ അവർക്ക് കുട്ടികളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ, ജനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു ധാരണ നൽകുകയും അത് സമൂഹചേതനയ്ക്ക് ഉതകുന്ന വിധത്തിൽ കുട്ടികളുടെ സർഗശക്തിയെ ചാനലൈസ് ചെയ്യുകയുമായിരുന്നു കേളപ്പൻ ചെയ്തത്. അപ്പോൾ ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് തവന്നൂരിൽ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. ഭാരതം ഒട്ടാകെ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കാൻ പോകുന്നു ഗ്രാമവികസനത്തിൻ്റെ പാതയിൽ ഗാന്ധിജിയുടെ ആദർശങ്ങൾക്കനുസരിച്ച്. അങ്ങനെ ഒരു സ്കൂൾ വരുമ്പോൾ അത് എവിടെ സ്ഥാപിക്കണമെന്ന ക്വസ്റ്റ്യൻ കേരളത്തിൽ വരുന്നു. കേരളത്തിൽ അത് തിരുവനന്തപുരത്തായാൽ കൊള്ളാമെന്ന് അന്നത്തെ കേരള മുഖ്യമന്ത്രി പട്ടംതാണുപിള്ളയ്ക്കും ഒക്കെ തോന്നുകയും അവർ വെള്ളനാട് മിത്രനികേതൻ ഇന്നുള്ള സ്ഥലം, ആ വെള്ളനാട്ട് മറ്റു പല സ്ഥലങ്ങളിലും സ്ഥലം നോക്കുകയും ചെയ്തപ്പോൾ കേളപ്പന് തവന്നൂരിൽ അത് സ്ഥാപിക്കുന്നതായിരുന്നു കേളപ്പൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ ആശ. അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്നത്തെ പ്രധാനമന്ത്രി, അദ്ദേഹം പറഞ്ഞത് കേളപ്പൻ എവിടെയാണോ സ്കൂള് ആവശ്യമുള്ളത് അവിടെ കൊടുക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. നമ്മളെപ്പോഴും ഈ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് മധുര ഡിണ്ടിഗലിനടുത്തുള്ള ഗാന്ധിഗ്രാമിലെ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിന്ന് റൂറൽ യൂണിവേഴ്സിറ്റിയാണ്.
ഇതിന് സമാനമായി നല്ല നിലയിൽ പ്രവർത്തിച്ചതാണ് നമ്മുടെ തവന്നൂരിലെ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. മധുരയിൽ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കിളപ്പനെ പോലെ ഗാന്ധിജിയുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന ജി രാമചന്ദ്രൻ്റെ ഉത്സാഹത്തിലാണ് അത് വന്നത്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഈ രണ്ട് റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും തലപ്പത്തുണ്ടായിരുന്നവരെ ചില വ്യക്തി താല്പര്യങ്ങളും മറ്റു ചില രാഷ്ട്രീയ താല്പര്യങ്ങളും കാരണം രണ്ട് കേരള മക്കളെയും പുറത്താക്കി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദുര്യോഗം. ജി രാമചന്ദ്രനെ തവന്നൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഏറെക്കുറെ പുറത്താക്കുമ്പോൾ അദ്ദേഹം നെയ്യാറ്റിൻകരയ്ക്കടുത്ത് മാധവി മന്ദിരത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബസ്ഥലത്ത് വന്ന് അദ്ദേഹം സെറ്റിലായി. അദ്ദേഹം അവിടെ പിന്നീട് കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി സ്കൂളും കാര്യങ്ങളുമൊക്കെ ചെയ്തു. കേളപ്പനെ ഒഴിവാക്കിയ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കേളപ്പൻ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപനത്തിനും അതിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് 68 കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രാരംഭ രൂപങ്ങളിലേക്ക് വരികയും അദ്ദേഹം കോൺഗ്രസിൻ്റെയും മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളുടെയും ഇച്ഛയ്ക്ക് വിരുദ്ധമായ ഒരു ധാവിലാണ് പോകുന്നതെന്ന് കാണുമ്പോൾ തവന്നൂരിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കേളപ്പനെ അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. കേളപ്പനെ ഒഴിവാക്കി പിന്നീട് ആ സ്ഥാപനം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലേക്ക് പോവുകയും അവിടെ അഗ്രികൾച്ചർ എൻജിനീയറിംഗ് വരികയും ഒക്കെ ചെയ്തു. പക്ഷേ ഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമഹൃദയങ്ങളിലേക്ക് പോകുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിക്ക് രൂപം കൊടുക്കാൻ ഇവർക്കാർക്കും കഴിഞ്ഞില്ല. ഒരുപക്ഷെ കേളപ്പനും ഡോക്ടർ രാമചന്ദ്രനുമൊക്കെ വിഭാവനം ചെയ്ത് അത് കുറേയെങ്കിലും നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കേരളത്തിൽ നിന്ന് മധുര ഗാന്ധിഗ്രാം റൂറൽ യൂണിവേഴ്സിറ്റിയിൽ ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ മഹത്വം കൊണ്ട് അതിലാകൃഷ്ടരായി പോവുകയും കേരളത്തിൻ്റെ യശസ് വാനോളം ഉയർത്തുകയും ചെയ്ത ചിലരൊക്കെ മധുര ഗാന്ധിഗ്രാം റൂറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്തവരാണ്. അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള വിശ്രുതരായ ചലച്ചിത്രകാരന്മാരൊക്കെ അവിടെ നിന്ന് വന്നവരാണ്. അവിടെ ഒരു പ്രത്യേകതയുള്ളത് 2 വിഷയം മെയിനായിട്ട് പഠിക്കണം. ഇപ്പോൾ തവന്നൂരിലായിരുന്നുവെങ്കിൽ അവിടെ സയൻസ് എടുക്കുന്ന ആളുകൾക്ക് സയൻസിന് പുറമെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഇതെല്ലാം പഠിക്കണം. 2 സബ്ജക്റ്റ് BScക്ക് മറ്റ് യൂണിവേഴ്സിറ്റി കോഴ്സുകളിൽ ഒരു വിഷയം മെയിനും ഒരു വിഷയം സബ്സിഡറിയുമായി പഠിക്കാമെങ്കിൽ ഇവിടെ 2ഉം വളരെ മെയിൻ അളവിൽ പഠിക്കണം. അപ്പം അങ്ങനൊരു ശകലം കാഠിന്യമേറിയ ഒരു പഠന സംവിധാനമായിരുന്നു മധുര നമ്മുടെ തവന്നൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നത്. അവിടെ അധ്യാപകരെ തിരഞ്ഞെടുക്കുമ്പോൾ യാതൊരു വിധമായ പ്രലോഭനങ്ങളും ഉണ്ടാവാതെ ഏറ്റവും കൂടുതൽ മികച്ച അധ്യാപകരെ തിരഞ്ഞെടുക്കാൻ കേളപ്പൻ ശ്രദ്ധിച്ചിരുന്നു. അവിടെ പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗക്കാരെ അധ്യാപകരാക്കുന്നതിൽ കേളപ്പൻ വളരെ ഉത്സാഹം കാണിച്ചിരുന്നു. ഒരുപക്ഷെ നമുക്കറിയാം, ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരാണ് കേളപ്പൻ്റെ പോസ്റ്റ് ബേസിക് സ്കൂളിലും തവന്നൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒക്കെ ഉണ്ടായിരുന്നത്. സമിതിയുടെ പ്രവർത്തകരിൽ പ്രമുഖ സ്ഥാനമുണ്ടായിരുന്ന മലബാറിലൊക്കെ മതപ്രഭാഷണങ്ങൾ നടത്തിയിരുന്ന PR നായർ അവിടുത്തെ അധ്യാപകനായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, മലബാർ കലാപത്തെക്കുറിച്ച് പുസ്തകം എഴുതിയ ഗംഗാധരൻ ചരിത്ര അധ്യാപകനായിരുന്നു നമ്മുടെ തവന്നൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അതുപോലെ അവിടെ ചെങ്ങന്നൂർക്കാരനായ കുഞ്ഞിയറുക്കൻ എന്നൊരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തെ അവിടെ നിയമിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഉത്സാഹിച്ചത് കേളപ്പനാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു സെൻറ്റൻസ് ഞാൻ പിന്നീട് ആരിൽ നിന്നോ കേട്ട് മനസ്സിലാക്കുകയുണ്ടായി. കാരണം കുഞ്ഞിയർക്കന് മാർക്ക് 1 or 2 കുറഞ്ഞാൽ അയാൾക്ക് മറ്റുള്ളവരുടെ സാഹചര്യമല്ലോ ഉള്ളത്. അയാൾക്കൊരു ഫസ്റ്റ് ക്ലാസ് കിട്ടി എന്ന് പറയുമ്പോൾ അയാൾ എത്ര മികച്ച വിദ്യാർത്ഥിയായിരിക്കും എന്ന് അദ്ദേഹം ബോർഡിലുള്ളവരോട് ചോദിച്ചു എന്നാണ് കേട്ടിട്ടുള്ളത്. എന്ന് മാത്രമല്ല, തായാട്ട് ശങ്കരനെ പോലെ
മലയാള സാഹിത്യത്തിൽ വളരെ പ്രഗത്ഭരായ അധ്യാപകരൊക്കെ ആയിരുന്നു ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സാരഥ്യം വഹിച്ചിരുന്നത്, അവിടെ അധ്യാപകരായിരുന്നു. ഞാനിത് പറയാൻ കാരണം കേളപ്പൻ വിദ്യാഭ്യാസത്തിന് നൽകിയ പ്രാധാന്യം അല്ലെങ്കിൽ ആ മൂല്യബോധം നമ്മൾ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് മധുരയിൽ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റി ആയപ്പോൾ ഒരു കേരളത്തിലെ ആ നിലയിൽ വളരേണ്ട സ്ഥാപനം ഒരു പോളിടെക്നിക്കിൻ്റെ സ്ഥലത്തിലേക്ക് മാറുകയും പിന്നീട് അത് അഗ്രികൾച്ചർ സർവകലാശാലയുടെ അഗ്രികൾച്ചറൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായി തീർന്ന് ഡിഗ്രി കോഴ്സ് വരികയും ചെയ്തു. എങ്കിലും കേളപ്പൻ്റെ ദർശനം പൂർണ്ണമായി സാക്ഷാത്കരിക്കാൻ ഇത്തരം സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞോ എന്നൊരു ചിന്തയുണ്ട്. പിന്നീട് നമ്മൾ കേളപ്പനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, മലബാർ കലാപകാലത്ത് അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിലും ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലും ആ ഭീകരമായ മതാന്തരീക്ഷത്തിനെതിരെ ഒറ്റയ്ക്ക് നടത്തി എന്ന് ഞാൻ പറയപ്പെടുന്ന അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക കാര്യം, ഖജനാവ് കൊള്ളയടിക്കാൻ പ്ലാൻ ചെയ്ത കലാപകാരികളെ തടഞ്ഞു നിർത്താൻ കായികാഭ്യാസി കളരിപ്പയറ്റൊക്കെ പഠിച്ച കേളപ്പൻ സധൈര്യം മുന്നോട്ട് വന്നു. മതപരിവർത്തനത്തെയും സമരത്തെയും അദ്ദേഹം തടയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ചരിത്രത്തിൽ വേണ്ട വിധം രേഖപ്പെടുത്തിയിട്ടില്ലാത്ത വസ്തുതകൾ പറയുന്നത്. മാത്രവുമല്ല, ആ വിഷയത്തെക്കുറിച്ച് ഇനി 2-3 ദിവസങ്ങൾക്ക് ശേഷം അത് കൂടുതലായി പഠിച്ചവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരത് കൂടുതൽ വിശദമാക്കുമെന്നുള്ളതാണ്. മതപരിവർത്തനം തടയുന്നതിൽ കേളപ്പൻ ഒരു ശക്തിയായി നിന്നു എന്നുള്ളത് ആരാലും നിഷേധിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയാണ്. കേളപ്പൻ അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് പിന്നീട് അദ്ദേഹത്തിന് വേറെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. കാരണം അദ്ദേഹം ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ജാഥ നടത്തിക്കൊണ്ടുവരുമ്പോൾ ആ ജാഥ ഏറനാട്ടിൽ കൂടെ കടന്നു പോകുവാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം ട്രെയിനിലാണ് ഏറനാട് ക്രോസ് ചെയ്ത് സമരത്തിന് പോയത്. അദ്ദേഹത്തിന് ഈ മതഭീകരത കേരള സമൂഹത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന ഇതിനെക്കുറിച്ചും വളരെ ആശങ്കയും ഇതൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ശക്തമായി നിലകൊണ്ടത്. കാരണം മലപ്പുറം ജില്ലയിലെ തീരുമാനത്തെ അദ്ദേഹം എതിർത്തിരുന്നു, നഖശിഖാന്തം എതിർത്തിരുന്നു. അത് എതിർത്തതിന് കാരണം ആ 21 കലാപകാലത്തുണ്ടായ അനുഭവങ്ങൾ, അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സൃഷ്ടിച്ച വ്യാകുലതകൾ, ആ വ്യാകുലതകളുടെ മറ്റൊരു തലമാണ് തളി സമരത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുചെന്ന് എത്തിച്ചത്. ഖാദി പ്രവർത്തകനായി അതോ കല്യാണത്തിന് വേണ്ടി അവിടെ പോയപ്പോഴോ എന്തായാലും അദ്ദേഹം അങ്ങാടിപ്പുറം തളി ക്ഷേത്രം കാണുമ്പോൾ അവിടെ മീൻകൊട്ട കമത്തുന്ന ഒരു ശിവലിംഗമായിരുന്നു ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഭാരതത്തിലെ തളികളിൽ 18 തളികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കേരളം തളികളും തളിയാതിരിമാരുമായി ഭരണം നടത്തിയിരുന്ന ഒരു കാലത്ത് തളികൾ ക്ഷേത്രങ്ങൾ മാത്രമല്ല, അത് ഭരണശിലാകേന്ദ്രവും വിദ്യാകേന്ദ്രങ്ങളുമൊക്കെ ആയിരുന്നു. കാരണം തളികൾ എന്ന വാക്കിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ പ്രവർത്തനങ്ങളും നമ്മൾ ചിന്തിച്ചു പോയാൽ തളിയും തളിയാതിരിമാരും തളി പഠനങ്ങളും ഒക്കെ നൽകുന്ന ചിത്രമാണ്. എന്ന് മാത്രമല്ല, ക്ഷേത്രങ്ങൾ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഒരു വിദ്യാലയത്തിനോ ആശുപത്രിക്കോ കോടതിക്കോ ഒക്കെയുള്ള സ്ഥാനം വഹിച്ചിരുന്നു. അത് വെറുമൊരു ആരാധനാ കേന്ദ്രങ്ങൾ മാത്രമായിരുന്നില്ല കേരളത്തിലെ ക്ഷേത്രങ്ങൾ സാമൂഹ്യ ജീവിതത്തിൻ്റെ നിയാമക ശക്തിയായിരുന്നു. കേരളീയ ജനതയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥാപനം കഷ്ടപ്പെട്ട് നശിച്ച് പോകും. അത് ടിപ്പുവിൻ്റെ ആക്രമണത്തോടുകൂടി നമുക്കറിയാം, 80-ൽ പരം ആക്രമണങ്ങളാണ് ഒരു നൂറ്റാണ്ട് കാലത്തിനിടയ്ക്ക് മതപരമായി നടന്നത്. അതുകൊണ്ട് എത്രയോ ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ക്ഷേത്രം നശിപ്പിച്ചപ്പോൾ എന്താണ് നശിപ്പിച്ചത്? ഒരു സംസ്കൃതിയെയാണ്, ഒരു നാടിൻ്റെ സംസ്കാരത്തെയാണ്. ആ സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിക്കാൻ
കേളപ്പൻ മുന്നോട്ട് വന്ന് അദ്ദേഹം തളി സമരം ഏറ്റെടുക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്തു. അതിന് സമരത്തിന് ആശംസകൾ നേരാൻ, അല്ലെങ്കിൽ ആ സമരത്തിന് പൂർണ്ണവിധമായ എല്ലാവിധ പ്രോത്സാഹനവും കൊടുക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ സ്വാമി ചിന്മയൻ വന്നു. നമ്മുടെ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി വാജ്പേയി എത്തി. അങ്ങനെ പലരും ആ സമരത്തിൽ വന്നു. അപ്പോഴാണ് ആ സമരകാലത്ത് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ആരാണ് എന്നുകൂടി അറിയുമ്പോഴാണ് അദ്ദേഹത്തെ വേണ്ട വിധം ആരാധിച്ചില്ല അല്ലെങ്കിൽ ആദരിക്കുന്നില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് വരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വേണ്ട വിധം ആക്ഷേപിക്കാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ബോധപൂർവം ആക്ഷേപിക്കാൻ എ.കെ. ഗോപാലൻ അവിടെ വന്നിരുന്നു എന്നാണ് അറിയുന്നത്. അവിടെ വന്ന് ഗസ്റ്റ് ഹൗസിൽ കാത്തിരുന്നു എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് കേളപ്പൻ്റെ സഹായിയായി അദ്ദേഹത്തെ പാളവിശറി കൊണ്ട് വീശുന്ന ചിത്രം പോലും നമ്മൾക്ക് ഇന്നും ചരിത്രരേഖയായി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് അദ്ദേഹത്തോടൊപ്പം നിന്നിരുന്നവർ അദ്ദേഹത്തിനെതിരായി തിരിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തെ മനസ്സിലാക്കാഞ്ഞത് കൊണ്ട് സംഭവിച്ചത്. എന്നു മാത്രവുമല്ല, കേളപ്പൻ കേരള ഗാന്ധി എന്ന പേരിൽ കേരളത്തിലെ ഗാന്ധിയായി ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കണ്ട കേളപ്പൻ ഈ തളി സമരത്തോടുകൂടി അവരുടെ കണ്ണിലെ കരടായി മാറി. കാരണം അവർക്ക് വ്യക്തിപരമായി യോജിക്കാൻ കഴിയാത്ത ഒരു ആശയ സംഹിതയും കാര്യങ്ങളും, അത് യാഥാർത്ഥ്യം മനസ്സിലാകാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള ആ ഒരു പ്രത്യേക ദിശയിൽ അദ്ദേഹം തൻ്റെ പാത മാറ്റിയപ്പോൾ അദ്ദേഹത്തെ ഇവർ വിസ്മരിച്ചു എന്നുള്ളത്. ആ വിസ്മൃതി അല്ലെങ്കിൽ ആ ഒരു ഒഴിവാക്കൽ അല്ലെങ്കിൽ അടയാളപ്പെടുത്താതിരിക്കൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങളിലും അദ്ദേഹത്തെക്കുറിച്ചുണ്ടായ പഠനങ്ങളിലുമൊക്കെ നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്തെ ഒരു 3-4 വർഷങ്ങൾ, 2-2.5 വർഷങ്ങൾ അദ്ദേഹം ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ചെയ്തത്. നമുക്കുള്ള ഏറ്റവും വലിയ